ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്പിരിച്വൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മണി റിലേറ്റഡ് റിച്വൽ ആട്ടോ. എനിക്ക് നമ്മൾ ഒരു ഫാമിലി മെമ്പർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല വർക്കാണ്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, പക്ഷേ എങ്കിൽ മാസം അവസാനം ആകുമ്പോഴത്തേക്കും കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് തീരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് മെയിൽ അയച്ചത്, അപ്പം അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം മാസം അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലവധികം കൈമിലൊന്നും പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ഏലക്കായ് ഇല്ലേ, നമ്മൾ കാടമം ഏലക്കായ് എടുക്കുക, അതിൻ്റെ തോല് പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സീഡ് കിട്ടത്തില്ലേ, സീഡ് കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ചതിന് ശേഷം, ഇപ്പം സീഡ് പൊളിക്കുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഏലക്കായ് കാണിക്കാൻ വേണ്ടി എടുത്തത്. സീഡ് പൊളിക്കുക, സീഡിൽ കയ്യിൽ വെക്കുക, ഉള്ളിൽ കയ്യിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എഫർമേഷൻ പറയണം. കുറേ എഫർമേഷൻ, മണി എഫർമേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മണി എഫർമേഷൻസ് ഉണ്ട്. ബട്ട് ദിസ് എഫർമേഷൻ ഇസ് വെരി ഡിഫറെൻറ്റ്. ഈ ഒരു എഫർമേഷൻ എഴുതിയത് നമ്മൾ ക്രിയായോഗ പരമ്പരയിലുള്ള ഗുരു ശ്രീ പരമഹംസ യോഗാനന്ദ എഴുതിയ എഫർമേഷൻ ആണ് പറയേണ്ടത്. ആ എഫർമേഷൻ ഹോണസ്റ്റ്ലി ഇച്ചിരി ടഫാണ്, അത്ര ഈസി അല്ല. പക്ഷെ നിങ്ങൾക്ക് ആദ്യം അത് നിങ്ങൾക്ക് നോക്കി വായിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് ബൈഹാർട്ട് ആക്കാൻ ശ്രമിക്കണം. ബൈഹാർട്ട് ആവും. ഇനിയിപ്പം ബൈഹാർട്ട് ആവുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ നോക്കി വായിച്ചോ, ഗ്രാജുവലി അത് ബൈഹാർട്ട് ആയിക്കോളും. എഫർമേഷൻ പറഞ്ഞുതരാം. 3 സെന്റൻസ് ഉള്ളത്. ആദ്യത്തത്, ഗോഡ് ഈസ് മൈ ഇൻഎക്സോസ്റ്റബിൾ ഡിവൈൻ ബാങ്ക്. ഗോഡ് ഈസ് മൈ ഇൻഎക്സോസ്റ്റബിൾ ഡിവൈൻ ബാങ്ക്. ഐ ആം ഓൾവേസ് റിച്ച്, for I am access to the cosmic storehouse. I will go forth in perfect faith in the power of omnipresent good to bring me what I need at the time I need it. ഇതാണ് എഫർമേഷൻ. ടഫാന്ന് എനിക്കറിയാം, എന്നാലും ഇത് വളരെ പവർഫുൾ ആണ്. ഗുരുദേവന്റെ എഫർമേഷൻ ആണ്. ക്രിയായോഗ നിങ്ങൾക്ക് ഒരുവിധം ആൾക്കാർക്ക് അറിയുന്ന കാര്യം. നമ്മള് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എഴുതിയ ഓത്തറാണ് ശ്രീ പരമഹംസ യോഗാനന്ദ. നിങ്ങൾ അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തിരിയും, സെർച്ച് ചെയ്താൽ മതി. നമ്മള് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഗുരു പരമ്പരയിലുള്ള ഒരു ഗുരുവാണ്. രജനീകാന്തിന്റെ ഒരു വീഡിയോയിൽ കാണാം, അവരെ വീട്ടിലെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഗുരുദേവന്റെ ഈ ക്രിയായോഗത്തെ പരമ്പരത്തെ എല്ലാ ഗുരുദേവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പരമഹംസ യോഗാനന്ദ ഗുരുദേവന്റെ ഓട്ടോബയോഗ്രഫി ബുക്ക് പിടിച്ചിട്ടുള്ള ഫോട്ടോ അവരുടെ കൈമിലുണ്ട്. അങ്ങനെ കുറെ സെലിബ്രിറ്റികളുടെ കൈമിൽ ഈ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാനിത് പറഞ്ഞത് ഗുരുദേവൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന ഗുരുദേവനാണെന്ന് പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കയ്യിൽ ഇതിന്റെ ഏലക്കായന്റെ സീഡ് വെക്കുക, കൈ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ എഫർമേഷൻ പറയാം. God is my own inexhaustible divine bank. I am always rich, for I am access to the cosmic storehouse. I will go forth in perfect faith in the power of omnipresent good to bring me what I need at the time I need it. എന്ന് പറയാം. അത് 1 പ്രാവശ്യം പറയാം, 3 പ്രാവശ്യം പറയാം, 8 പ്രാവശ്യം പറയാം. ഇറ്റ്സ് അപ് ടു യു. 8ൽ കൂടുതൽ പറയണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവശ്യം പറയാം. പറഞ്ഞതിന് ശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ആകാശത്തിൽ നിന്ന്, യൂണിവേഴ്സിൽ നിന്ന് അബണ്ടൻസ് മണി ഈസ് ഫ്ലോയിങ് അപ്പോൺ യു. അബണ്ടൻസ് ഒരു ബീം ഓഫ് റേ ഓഫ് മണിയാണ്. വലിയ ബീം ഓഫ് മണീന്റെ റേസ് ആണ് നിങ്ങളെ ശരീരത്തിലേക്ക് വീഴുന്നത്, നിങ്ങളെ വീട്ടിലേക്ക് വീഴുന്നത്, നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടിലേക്ക് വീഴുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഇത് പറയുന്നതിന്റെ അനുസരിച്ച് നിങ്ങളത് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളെ ഓറയിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടിലേക്ക് മൊത്തത്തിൽ ഒരു ബീം ഓഫ് മണി റേ ആണ് നിങ്ങളെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് തിന്നാം. ചവക്കുമ്പോഴും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ബീം ഓഫ് റേ ഓഫ് മണീന്റെ ഒരു വെളിച്ചം തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വീഴുന്നത്. നിങ്ങൾ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളിത് കഴിക്കാം. എന്നിട്ട് കിടന്നുറങ്ങാം. ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ കിടന്നുറങ്ങാം. നിങ്ങൾ നോക്കൂ, ഒരു മാസം, ഇനി നെക്സ്റ്റ് വരുന്ന മാസം നിങ്ങൾ കൈമില് മണി പൈസ ബാക്കിയാവുന്നുണ്ടോ നിങ്ങൾ നോക്ക്. വളരെ എഫക്റ്റീവാണ്. ഈ എഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്താൽ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് എനിക്ക് പറയാം. പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ഈ എഫർമേഷൻ അർത്ഥം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഗോഡ് ഈസ് മൈ ഓൺ ഇൻഎക്സോസ്റ്റബിൾ ഡിവൈൻ ബാങ്ക്. എൻ്റെ ദൈവം ഒരിക്കലും വറ്റാത്ത ഒരു ബാങ്കാണ്. എൻ്റെ ദൈവത്തിന്റെ കെമ്മില് അത്രയധികം പൈസ ഉണ്ട്, അതൊരിക്കലും തീരത്തില്ല, അതൊരിക്കലും പറ്റത്തില്ല. That is, God is my own inexhaustible divine being. I'm always rich, for I'm access to the cosmic storehouse. ഞാൻ എപ്പോഴും സമ്പന്നനാണ്, ബിക്കോസ് ഞാൻ ആ ഒരു കോസ്മിക് ഹൗസുമായിട്ട്
കണക്റ്റഡ് ആണ്. എനിക്ക് എപ്പോൾ വേണിക്കും അവിടുന്ന് പൈസ എടുക്കാം. അതാണ് സെക്കൻഡ്. I will go forth in perfect faith in the power of omnipresent good to bring me what I need at time I need. എനിക്ക് എന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഐ വിൽ ഗോ ഫോർത്ത്, ഞാൻ മുന്നോട്ടേക്ക് പോകും. ഐ വിൽ ഗോ ഫോർത്ത് ഇൻ പെർഫെക്റ്റ് ഫെയ്ത്ത്. ഞാൻ മുന്നോട്ടേക്ക് എപ്പോഴും പോകും വിത്ത് പെർഫെക്റ്റ് ഫെയ്ത്ത്, വിശ്വാസത്തോടെ. വാട്ട് എവർ എന്താണോ എൻ്റെ ജീവിതത്തിൽ വേണ്ടുന്നത് അത് അപ്പം എൻ്റെ ജീവിതത്തിൽ എത്തും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ടേക്ക് പോകുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. വെരി പവർഫുൾ അഫർമേഷൻ ആണ്. ഗുരുദേവൻ തന്നെ എഴുതുന്ന അഫർമേഷൻ. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എത്ര പവർഫുൾ ആയിട്ട്. ഗുരുദേവൻ എന്ന് വെച്ചാൽ ഇൻകാർണേഷൻ ആണ്, ഡിവൈൻ ഇൻകാർണേഷൻ ആണ് ഗുരുദേവൻ, ഗുരൂസ്. അപ്പം അതിൻ്റെതായ ഒരു പവർഫുൾ ആ റെഫർമേഷൻ ഉണ്ടാവും. സോ ഈ റെഫർമേഷൻ ചൊല്ലിക്കൊണ്ട് കാർഡമം കയ്യിൽ വെച്ചുകൊണ്ട് ഈ റെഫർമേഷൻ ചൊല്ലിക്കുക. ചൊല്ലിയതിനു ശേഷം ഇത് കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങുക. സെ താങ്ക് യു ടു ദ യൂണിവേഴ്സ്. കിടന്നുറങ്ങുക. തീർച്ചയായിട്ടും ആ ഒരു മാസം മുതൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പേഴ്സ് എന്തായാലും കാലിയാകത്തില്ല. എന്തായാലും അതിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും മാസം അവസാനമായാലും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അഫർമേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇടുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.